പലരും വാങ്ങാൻ ആഗ്രഹിച്ച ഒരു അടിപൊളി സാധനം ഉണ്ടാകും. ഈ സാധനം നിങ്ങൾ മാർക്കറ്റിൽ കുട്ടി അന്വേഷിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. പക്ഷെ നമുക്ക് സിമ്പിളായിട്ട് ഇത് വീട്ടിലുണ്ടാകും. അതിൻ്റെ ബേസ് പ്ലേറ്റ് ആണ് നമ്മൾ ഉണ്ടാക്കിയിട്ടത്. പിന്നെ അതിൻ്റെ കൺട്രോൾ സ്വിച്ചാണ്. നമ്മൾ യൂസ് ചെയ്യുന്ന 2 ബെയറിങ്സ് നമ്മുടെ ആവശ്യത്തിന് കട്ട് ചെയ്ത് സൈസ് കുറയ്ക്കാൻ വേണ്ടി കട്ട് ചെയ്തിട്ടുണ്ട്. 2 ബെയറിങ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഒരു കണക്ടർ. ഇപ്പോൾ അതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ് ഒരു 40 RPM DC മോട്ടർ. ടോപ്പ് കവറും കൂടെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ഫോം ഷീറ്റ് വെച്ചിട്ടാണ് ഈ സാധനം ഉണ്ടാക്കിയിരുന്നത്. സിങ്കർണൈസ്ഡ് മോട്ടറിൽ 4 വയറുകൾ, 2 ബ്ലാക്ക്, ഒരു റെഡ്, ഒരു യെല്ലോ. ഈ 2 ബ്ലാക്കും നമ്മൾ ജോയിൻ ചെയ്യണം. യെല്ലോ ആൻഡ് റെഡിൽ ഈ കപ്പാസിറ്റി, ഈ 2 ബ്ലാക്ക് വയർ ന്യൂട്രൽ, ഈ റെഡ് വയർ യെല്ലോ വയർ കപ്പാസിറ്റർ 2 ലെഗിൽ. നമ്മളിതിൽ ഫേസ് കൊടുക്കുമ്പോൾ ഇത് ക്ലോക്ക് വൈസിലും ഇതിൽ ഫേസ് കൊടുക്കുമ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസിലും ഉണ്ടാകും. ഈ സ്വിച്ചിൻ്റെ 3 ലെഗിൽ ഈ ലെഗിൽ ഫേസ് ലൈൻ കൊടുക്കുക, ന്യൂട്രൽ ഇവിടെ കൊടുക്കുക, ഫേസ് ഇതിനകത്ത് കൊടുക്കുക. ഇതിൻ്റെ ഒരു ലെഗ് ഇതിൻ്റെ കപ്പാസിറ്ററിൻ്റെ പ്ലസ് ആയിട്ടും ഒരു ലെഗ് കപ്പാസിറ്റർ മറ്റേ ലെഗുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ക്ലോക്ക് വൈസിലും ആൻറ്റി ക്ലോക്ക് വൈസിലും വർക്ക് ചെയ്യുന്നു. 3/4 വയർ എടുത്തിട്ടുണ്ട്. ഈ യെല്ലോ വയറിന് യെല്ലോന്ന് കണക്ട് ചെയ്യുന്നു, ഈ റെഡിന് കണക്ട് ചെയ്യുന്നു. ഇത് ഫേസ്. ഇത് സപ്ലൈ വയറാണ്. ഇത് ന്യൂട്രലും ഈ ഗ്രീൻ വയർ ഫേസും. ഈ ഫേസ് സ്വിച്ചിനകത്ത് പോയിട്ട് ഈ റെഡും യെല്ലോയിലേക്കും വരും. ഈ ക്ലോക്ക് വൈസ് നമ്മളിതിന് യൂസ് ചെയ്തേക്കുന്നത് ഫ്ലെക്സ് ആണ് കേട്ടോ. ഒരു സൈഡ് ബ്ലാക്ക് ഒരു സൈഡ് വൈറ്റ് ഉള്ള ഫ്ലെക്സ് ആണ്. കാരണം 1 സൈഡ് ബ്ലാക്ക് ആകുമ്പോൾ ലൈറ്റ് ലീക്കേജ് ഉണ്ടാവും. ഓക്കെ, ഇത് 1 ഇഞ്ചിൻ്റെ പൈപ്പാണ്. 1 ഇഞ്ചിൻ്റെ പൈപ്പാണ് യൂസ് ചെയ്തത്. അപ്പോൾ നമുക്ക് നമ്മുടെ സ്വിച്ച് ഫിറ്റ് ചെയ്യാം. സ്വിച്ച് സോൾഡറൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മുടെ വയറിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ കവർ ഇടാൻ